Hello dear students, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 4ൻ്റെ ഓവർവ്യൂ ഓഫ് AWT അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമും കണ്ടായിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിംഗ് വേഴ്സസ് AWT, then swing key features, then model view controller. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം സ്വിംഗ് വേഴ്സസ് AWT പറയുന്ന മുന്നേ എന്താണ് സ്വിംഗ് എന്നുള്ളത് നോക്കണം. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ MVC എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്വിംഗ് ആൻഡ് AWT. സോ സ്വിങ്ങിൻ്റെ ഓവർവ്യൂ ആദ്യം നോക്കാം. സ്വിംഗ് എന്ന് പറയുന്നത് ഇസ് എ GUI ടൂൾ കിറ്റ്. GUI മീൻസ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ടൂൾ കിറ്റ് ഫോർ ജാവ. ജാവയുടെ ഒരു GUI ടൂൾ കിറ്റാണ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ. AWT അത് തന്നെയാണ്. That provides a rich set of graphical user interface components such as അവിടെ AWT തന്നെയാണ് graphical user interface components പ്രൊവൈഡ് ചെയ്യുന്നതാണ്. The rich set of graphical user interface components such as buttons, labels, text fields, tables. അപ്പം അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ AWT വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീലുള്ള ഒരു GUI കമ്പോണൻസ് ആണ് സ്വിംഗ് തരുന്നത്. ഓക്കെ, so it is a part of Java Foundation class and it is built on top of Abstract Window Toolkit API. അപ്പം ഓൾറെഡി AWTയിൽ തന്നെയാണ്, അതിനെക്കാട്ടി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ സ്വിംഗ് എന്ന് പറയുന്നത്. ജാവ ഫൗണ്ടേഷൻ ക്ലാസിൻ്റെ ഒരു പാർട്ടാണ്. എന്താ ജാവ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത്? ഈ പറയുന്ന പോലെ GUIന് വേണ്ടിയിട്ടുള്ള ടൂൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് ക്ലാസ്സസ് ആണ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ക്ലാസ്സസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു ഫ്രെയിം യൂസ് ചെയ്യണമെങ്കിൽ JFrame എന്ന് പറഞ്ഞൊരു ക്ലാസ് വെച്ചിട്ടാണ്. നമ്മളിപ്പം AWTയിൽ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ക്ലാസ് വെച്ചിട്ടാണ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ, ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ബട്ടൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് വെച്ചിട്ടാണ് ബട്ടൺ എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ഓരോ GUI കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഡിഫറെൻറ്റ് ക്ലാസ്സസിൻ്റെ ഒരു കളക്ഷനാണ് ജാവ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് ഓഫ് സ്വിംഗ്. സ്വിംഗിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? സോ ഞാൻ പറയുന്നു സ്വിംഗ് കമ്പോണൻസ് ആർ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് വെയ്റ്റ്? ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, they are fully written in Java. Fully written in Java means and it doesn't depend on the operating system's native buttons, windows or menus. അതായത് നമ്മൾ നോർമലി നമ്മൾ വിൻഡോസിലുള്ള അതായത് നേറ്റീവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിൻഡോസ് ആയാലും ബട്ടൺസ് ആയാലും അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, നമ്മൾ കമാൻഡ് ജാവ കോഡ് വെച്ചിട്ട് സ്വിംഗ് തന്നെ എന്ത് ചെയ്യും, വിൻഡോ ആയാലും ബട്ടൺ ആയാലും ഡ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ദ വിൻഡോസ് ലിനക്സ് ടു ഡ്രോ എ ബട്ടൺ, വിൻഡോസ് അല്ലെ ലിനക്സ് ബട്ടൺ ഡ്രോ ചെയ്യില്ല. അതിന് പകരം എന്താ ചെയ്യുന്നത്, സ്വിംഗ് ഡ്രോസ് ഇറ്റ്സെൽഫ്. സ്വിംഗ് തന്നെ സ്വയം വരയ്ക്കും ബട്ടൺ ആണെങ്കിൽ ബട്ടൺ യൂസിങ് ജാവ കോഡ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. സോ അത് ഡിപ്പെൻഡൻ്റ് അല്ല, സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് അല്ല. സോ അതുകൊണ്ടാണ് സ്വിംഗ് കമ്പോണൻസ് ആർ ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇറ്റ് സപ്പോർട്ട്സ് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ. പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ മീൻസ് അതായത് നമ്മുടെ സ്വിങ്ങിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വൈൽ ഇറ്റ് ഈസ് റണ്ണിങ്. അതിൻ്റെ ആക്ച്വൽ ഒരു അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കളർ ആയാലും ബട്ടൺ ആയാലും വൈൽ ഇറ്റ് ഈസ് റണ്ണിങ്. അതാണ് സ്വിംഗ് സപ്പോർട്ട്സ് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത്. പിന്നെ സ്വിംഗ് യൂസസ് MVC ആർക്കിടെക്ചർ. ഈ MVC എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബിഫോർ ദാറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് സ്വിംഗ് MVC ആർക്കിടെക്ചർ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. MVC stands for model, V stands for view and C stands for controller.
അത് മോഡൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് ക്ലാസ്, നമ്മൾ ക്ലാസ്സസ് യൂസ് ചെയ്യുന്നു. ക്ലാസ്സസിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇപ്പം വേരിയബിൾസും ഫീൽഡ്സും ഫീൽഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് മോഡൽ എന്ന് പറയുന്നത്. മോഡൽ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ പ്രോഗ്രാം ഇരിക്കുന്നത്, അതാണ് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഹൗ ഇറ്റ് ലുക്സ്, അതാണ് വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പിയറൻസ്, എങ്ങനെയാണ് അത് കാണുന്നത്, അതിനെയാണ് വ്യൂ എന്ന് പറയുന്നത്. എന്താണ് അത് ചെയ്യുന്നത്, വാട്ട് ഇറ്റ് ഡസ്, അതിനെയാണ് കൺട്രോളർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആര് ഡിക്റ്റേറ്റ് ചെയ്യും? കൺട്രോളർ ഡിക്റ്റേറ്റ് ചെയ്യും. കാരണം അതെന്താണ് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തവിടെ സംഭവിക്കണം, അല്ലെങ്കിൽ എന്തവിടെ ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന കൺട്രോളറാണ്. കൺട്രോളർ എന്ത് ചെയ്യും? മോഡലിൻ്റെ അടുത്ത് പറയും ഇന്ന സ്റ്റേറ്റിലോട്ട് മാറാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മോഡൽ ഇരിക്കുന്നത് ഇത് ബട്ടണാണ്, ഇതൊരു ടെക്സ്റ്റ് ഫീൽഡാണ്. അപ്പം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ ടെക്സ്റ്റ് ഫീൽഡിൽ എച്ച് എന്ന് പ്രിൻ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. സോ ആ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറയുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ബട്ടൺ ആണ്. ഓക്കെ, ജസ്റ്റ് എ ബട്ടൺ ആണ്. അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ ബട്ടൺ ആണ്. അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് ഫീൽഡാണ് ഇപ്പോൾ. അതാണ് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആക്ഷൻ പെർഫോം ചെയ്യും. അങ്ങനെ ഒരു ആക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോളറാണ്. കൺട്രോളർ എന്ത് ചെയ്യും? മോഡലിൻ്റെ അടുത്ത് പറയും അതിനെ ഇന്ന സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാൻ. അതായത് ഈ മോഡലിൻ്റെ അടുത്ത് പറയും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അത് ഇന്ന സ്റ്റേറ്റിലോട്ട് അത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്, പ്രസ്ഡ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. പ്രസ്ഡ് സ്റ്റേറ്റ്, അതായത് ബട്ടൺ പ്രസ്ഡ് സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ മോഡൽ എന്ത് ചെയ്യും? ഒരു ഇവൻ്റ് ജനറേറ്റ് ചെയ്യും. അത് ആർക്ക് പോവും? വ്യൂവിന് പോവും. അപ്പോൾ വ്യൂ എന്ത് ചെയ്യും? ഈവൻ്റ് എന്ത് പറയും? tells the view that the button needs to be redrawn to reflect in its change in state. അതായത് നമ്മുടെ മോഡൽ, ഇവിടെ ബട്ടൺ ആണ് നമ്മുടെ മോഡലിൻ്റെ അടുത്ത് പറയും ഒരു ഈവൻ്റ് ഉണ്ട്, അത് വ്യൂവിലോട്ട് പാസ് ചെയ്യണം. ഈവൻ്റ് എന്ത് ചെയ്യും? വ്യൂവിൻ്റെ അടുത്ത് പറയും ബട്ടണിനെ എന്ത് ചെയ്യും? റീഡ്രോൺ ചെയ്യണം, അതിൻ്റെ സ്റ്റേറ്റ് മാറ്റണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് MVC എന്ന് പറയുന്നത്, മോഡൽ വ്യൂ കൺട്രോളർ. മോഡൽ എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്, അതാണ് മോഡൽ. പിന്നെ എന്താണ്? എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ്, ഹൗ ഇറ്റ് ലുക്സ്, ഇപ്പോൾ എങ്ങനെയാണ് ഒരു ബട്ടൺ അല്ലെങ്കിൽ മോഡലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ ആയി മാറും. ഓക്കെ, അതാണ് വ്യൂ എന്ന് പറഞ്ഞത്, ഹൗ ഇറ്റ് ലുക്സ്. പിന്നെ ഈ പറയുന്ന ആക്ഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കൺട്രോളറാണ് ഈ പറയുന്ന മോഡലിനെ ഒരു പ്രസ്ഡ് സ്റ്റേറ്റിലോട്ട് മാറാൻ പറയും. മോഡലിൻ്റെയും ഒരു ഇവൻ്റ് പാസ് ചെയ്യും, അത് വ്യൂവിലോട്ട് പോകും. അപ്പോൾ അതെന്തായിട്ട് മാറും? വ്യൂവിലോട്ട് പോകുമ്പോൾ ബ്ലാങ്ക് ടെക്സ്റ്റ് ഫീൽഡ് എന്താവും? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, so these are the different features. One more feature is there. Swing is a part of JFC, Java Foundation classes, and built on AWT abstract in the toolkit. So Java Foundation class is a set of tools in Java that helps to build the desktop applications with button, windows, menus, and other visual elements. So these are the 4 different features of Java Swing. Swing components are lightweight. It supports pluggable look and feel, uses MVC architecture, then it is a part of JFC and built on top of AWT. So ഇത്രയും ഈ 4 ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2019 സ്കീമിൽ ഒരു പ്രാവശ്യം ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫീച്ചേഴ്സ് ഓഫ് സ്വിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്വിംഗ് ഇൻ ജാവ. എന്താണ് നമ്മൾ സ്വിംഗ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്? എ റിച്ച് സെറ്റ് ഓഫ് GUI കമ്പോണൻസ് ആണ് ഉള്ളത്. AWT വെച്ച് നോക്കുമ്പോഴത്തേക്കും
റിച്ച് സെറ്റ് ഓഫ് കാരണം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ലിസ്റ്റ്, അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൻ്റെ എന്താണ് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് നമുക്ക് ജാവയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് എന്നുവെച്ചാൽ പ്യുവർ ജാവയിലാണ്, അതുകൊണ്ട് എല്ലാ ജാവയിലും മെഷീനും റൺ ആകും, പ്രൊവൈഡഡ് വിത്ത് JVM. ഓക്കെ, പിന്നെ ഹൈ പെർഫോമൻസ് ആൻഡ് റെസ്പോൺസീവ്നെസ് ആണ്, കാരണം മോഡേൺ ഹാർഡ്വെയറിലും ഇത് ഹൈലി പെർഫോമൻസ് ഉണ്ട്. കാരണം കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ഈ സ്വിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ പറയും. അതേപോലെ കോംപ്ലക്സ് ഗ്രാഫിക്സും അതേപോലെ യൂസർ ഇൻട്രാക്ഷൻസ് എഫിഷ്യൻ്റ്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു അതർ ടെക്നോളജീസ്, അത് JDBC നമ്മുടെ ഡേറ്റാബേസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഈ സ്വിങ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതർ ടെക്നോളജീസ് ആയിട്ട് ജാവ സ്വിങ്ങിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം റോബസ്റ്റ് ആണ്, വെച്ചാൽ നല്ല രീതിയിൽ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള യൂസർ ഇൻട്രാക്ഷൻസിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇത്രയാണ് എന്ത് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്വിങ് ഇൻ ജാവ എന്ന് പറയുന്നത്. അപ്പോൾ GUI കമ്പോണൻസിൻ്റെ ഒരു റിച്ച് സെറ്റ് തന്നെ ഉണ്ടാവും. പിന്നെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ക്യാൻ റൺ ഓൺ എനി ജാവ ദാറ്റ് സപ്പോർട്ട്സ് JVM. പിന്നെ ഹൈ പെർഫോമൻസും റെസ്പോൺസീവ്നെസ്സും ആണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സും യൂസർ ഇൻട്രാക്ഷൻസും എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതർ ടെക്നോളജീസ് വെച്ചിട്ട് ജാവ സ്വിങ്ങിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, സച്ച് ആസ് JDBC, സെർവ്ലെറ്റ്സ്, JSP. പിന്നെ ഈവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം ഹൈലി റോബസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് യൂസർ ഇൻട്രാക്ഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്വിങ് ഇൻ ജാവ. Then another university question is difference between AWT and swing. സ്വിങ്ങിൻ്റെ AWT ഡിഫറൻസ് അതും സിമ്പിളാണ്, നോക്കിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. AWT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ബട്ട് സ്വിങ് കമ്പോണൻസ് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ AWT കമ്പോണൻസ് ഹെവി വെയിറ്റ് ആണ്, കാരണം പ്യുവർലി റിട്ടൺ ഇൻ ജാവ അല്ല. സോ സ്വിങ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആണ്. എന്തുകൊണ്ടാണ് AWT കമ്പോണൻസ് ഹെവി വെയിറ്റ് എന്ന് പറയാൻ കാരണം ഈ ഹെവി വെയിറ്റ് എന്ന് പറയാൻ കാരണം അത് ദേ ഡിപ്പെൻഡ് ഓൺ നേറ്റീവ് ആയിട്ടുള്ള GUI റിസോഴ്സസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഓരോ AWT കമ്പോണൻറ്റും ഒരു നേറ്റീവ് പിയറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു കറസ്പോണ്ടിങ് കമ്പോണൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഒരു java.awt.button എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OS എന്ത് ചെയ്യും, ആക്ച്വൽ ബട്ടൺ ആയിരിക്കും അതിൻ്റെ GUI മീൻസ് നേറ്റീവ് GUI സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യും OS. അതേപോലെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റുമാണ്, അതുകൊണ്ടാണ് ഹെവി വെയിറ്റ് എന്ന് പറയാൻ കാരണം. പക്ഷെ സ്വിങ് കമ്പോണൻസ് ലൈറ്റ് വെയിറ്റ് ആണ്. സ്വിങ് കമ്പോണൻസ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ കാരണം അത് ദേ ആർ ഫുള്ളി റിട്ടൺ ഇൻ ജാവ, ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം ജാവ നമ്മുടെ വിൻഡോസോ ലിനക്സോ അല്ല ആ ഒരു സ്വിങ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്, ജാവ കോഡ് യൂസ് ചെയ്ത് സ്വിങ് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഒരു ബട്ടൺ ഡ്രോ ചെയ്യും. അതുകൊണ്ടാണ് ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. മറ്റതാണെങ്കിൽ ആ ഒരു നേറ്റീവ് റിസോഴ്സസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആര്, AWT, അതുകൊണ്ടാണ് അതിനെ ഹെവി വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി AWT doesn't support pluggable look and feel, Swing supports pluggable look and feel. പിന്നെ AWTയിൽ കമ്പോണൻസ് സ്വിങ്ങിനെക്കാട്ടി കുറവാണ്, പക്ഷെ സ്വിങ് ആണെങ്കിൽ മോർ പവർഫുൾ കമ്പോണൻസ് പ്രൊവൈഡിങ് ടേബിൾ, ലിസ്റ്റ്, സ്ക്രോൾ പെയിൻസ്, ടാബ്ഡ് പെയിൻ, കളർ ചൂസർ, ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് GUI കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് AWT സ്വിങ്ങിൻ്റെ അത്രയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ AWT MVC ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നില്ല. അതിൽ മോഡൽ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡേറ്റ, വ്യൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ ഓർ ദ അപ്പിയറൻസ് അല്ലെങ്കിൽ ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്.
പിന്നെ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഈ മോഡലും വ്യൂവിനും തമ്മിലുള്ള ഇൻ്റർഫേസ്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ അതെന്ത് ചെയ്യും, കൺട്രോളർ അത് ഡിറ്റക്ട് ചെയ്ത് അവിടെ ഒരു ഈവൻറ്റ് ജനറേറ്റ് ചെയ്ത്, അതാണ് MVC എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ കോൺസെപ്റ്റ് AWT ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ സ്വിംഗ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും AWTയുടെയും ആ സ്ട്രക്ചറും സ്വിങ്ങിൻ്റെ സ്ട്രക്ചറും. കുറച്ചും കൂടെ എന്താണ്, ഒരു ബട്ടണിനൊക്കെ ഒരു എന്താണ്, നമ്മൾ റൺ ടൈമിൽ അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ആവും. ഓക്കെ, അതാണ് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ സാധാരണ ഒരു ബട്ടൺ. ഇപ്പം ഈ ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ വിൻഡോസിന്, ഇപ്പം വിൻഡോസിൻ്റെ ആ വേർഷൻ അനുസരിച്ച് ഈ ബട്ടണും ചേഞ്ച് ആവും. പക്ഷേ നമ്മുടെ സ്വിംഗ് അങ്ങനെയല്ല, OSനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ലൈറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അത് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ആകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് സ്വിംഗ് എന്ന് പഠിച്ചു, സ്വിങ്ങിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് സ്വിംഗ് ഇൻ ജാവ പഠിച്ചു, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ AWT ആൻഡ് സ്വിംഗ് പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്ന മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ. മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്വിംഗ് മോഡൽ വ്യൂ കൺട്രോളർ ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം ഓരോ കമ്പോണൻറ്റിലും ഈ ഒരു മോഡൽ വ്യൂ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് സ്വിംഗ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഈ MVC ആണ് GU കമ്പോണൻസിനെ 3 എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ എലമെൻറ്റ്സും ആ കമ്പോണൻറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേ രീതിയിൽ ഓരോന്നിനും ഓരോ റോളാണ് ഉള്ളത്. മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനെ നമ്മൾ എങ്ങനെയാണ് യൂസറിന് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് MVC വെച്ചിട്ടാണ് നമ്മളുടെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ, ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസറിന് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ ഇനിഷ്യലി MVC ഒക്കെ GUI ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും MVC തന്നെ യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 കമ്പോണൻസ് ഉണ്ട്, മോഡൽ, വ്യൂ ആൻഡ് കൺട്രോളർ. മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് ഡേറ്റ, ലോജിക് ആൻഡ് റൂൾസ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അതായത് ഇത്ര ഓർത്താൽ മതി, എന്താണ് ഇപ്പോഴത്തുള്ള സ്റ്റേറ്റ്, വാട്ട് ദ സ്റ്റേറ്റസ്, അതാണ് മോഡൽ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഡേറ്റയും അതിൻ്റെ അകത്തുള്ള ലോജിക്കും ആ ആപ്ലിക്കേഷൻ്റെ റൂൾസും, ഡേറ്റ, ലോജിക് ആൻഡ് റൂൾസ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെ അതിൻ്റെ അപ്പിയറൻസ്, ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, അതാണ് വ്യൂ എന്ന് പറഞ്ഞാൽ. യൂസ്ഡ് ടു പ്രസൻറ്റ് ഡേറ്റ ടു ദ യൂസർ. തേർഡ് വൺ ഇസ് എ കൺട്രോളർ. അത് ഇറ്റ് ആക്സെപ്റ്റ്സ് ഇൻപുട്ട് ഫ്രം ദ യൂസറിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്ത്, കാരണം എന്തെങ്കിലും ഇവൻറ്റ് ജനറേറ്റ് ചെയ്തതിൽ അത് ആക്സെപ്റ്റ്സ് ഡേറ്റ ഓർ ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ, എന്നിട്ട് അതിലോട്ട് കമാൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഫോർ ദ മോഡൽ ഓർ ദ വ്യൂ. ഈ ഫിഗറിൽ കൂടെ അത് പറയാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഒരു മോഡലുണ്ട്, വ്യൂ ഉണ്ട്, കൺട്രോളർ ഉണ്ട്. അപ്പം ഇവിടെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ ഒരു ഫിഗറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കമ്പോണൻസ് ഉണ്ടല്ലേ, മോഡലുണ്ട്, വ്യൂ ഉണ്ട്, കൺട്രോളർ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ മോഡൽ എന്ന് പറയുന്നത് ശരിക്കും ഈ ആപ്ലിക്കേഷൻ്റെ ബ്രെയിൻ എന്ന് വേണേൽ എനിക്ക് പറയാം. കാരണം ഇതിൻ്റെ അകത്താണ് ഈ ഡേറ്റ ഹോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണ് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഡേറ്റ ഹോൾഡ് ചെയ്യുന്നത്. അതേപോലെ ലോജിക്കും ഹോൾഡ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നത്, അതാണ് ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ ഫേസ്, എങ്ങനെയാണ് നമ്മളത് കാണുന്നത്, നമ്മൾ യൂസറിനെ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതാണ് വ്യൂ എന്ന് പറയുന്നത്. ഫേസ് ഓഫ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സിൻ്റെ അകത്തുള്ള ഡേറ്റേനെ എന്ത് ചെയ്യുന്നു, യൂസറിന് കാണിച്ചു കൊടുക്കുന്നു. അത് ബട്ടൺ ആയിട്ടോ ലേബലായിട്ടോ ടേബിൾസ് ആയിട്ടോ എന്ത് വേണമെങ്കിലും വരാം. അതായത് ഇപ്പം ഒരു ഫോം ആണെന്ന് വിചാരിച്ചു, അതായത് ഇങ്ങനെ ഒരു ഫോം, അതായത്
അതാണ് വ്യൂ എന്ന് പറയുന്നത്. ഒരു ഫോം ഡിസ്പ്ലേയിങ് ദ സ്റ്റുഡൻറ് ഇൻഫോർമേഷൻ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അകത്ത് സ്റ്റുഡൻറ് ഇൻഫോർമേഷൻ ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സ്റ്റുഡൻറ് ഇൻഫോർമേഷന് നമ്മൾ ഈ ഫോം ആയിട്ട് അതിനെ വ്യൂ ചെയ്യുന്നു. ഇത് നമ്മുടെ ഫോം ആണെന്ന് വിചാരിച്ചോ. ഈ ഫോം ആണെങ്കിൽ ആ ഫോം ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫോം ആയിട്ട് കാണുന്നു, ഡിസ്പ്ലേയിങ് ദ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്. അതിനാണ് വ്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ കൺട്രോളർ എന്ന് പറയുന്നത്? കൺട്രോളർ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാൻഡിൽസ് ദ യൂസർ ഇൻപുട്ട്. യൂസറിന് വരുന്ന ഇൻപുട്ടും എന്നിട്ട് പറയും മോഡലിനകത്ത് എന്താണ് ചെയ്യേണ്ടത്. സോ മോഡൽ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ ആ ഡേറ്റ, ഈ ഡേറ്റയിൽ എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ യൂസറിന് വരുന്ന ഒരു ഇൻപുട്ട് വെച്ചിട്ട് മോഡലിനകത്ത് എന്ത് ചെയ്യണം എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നത് കൺട്രോളറാണ്. അതായത് ഇതിൻ്റെ അകത്തൊരു മെത്തേഡ് കാണും. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്തൊരു മെത്തേഡ് കാണും. ആ മെത്തേഡ് റൺ ചെയ്യും. എപ്പോൾ? വെൻ എ ബട്ടൺ ഈസ് ക്ലിക്ക്. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള മെത്തേഡ് എന്ത് ചെയ്യും? റൺ ആകും. അതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. ഇനി യൂസർ ഉണ്ട്. യൂസർ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളിനെയാണ് യൂസർ എന്ന് പറയുന്നത്. പേഴ്സൺ യൂസിങ് ദ ആപ്ലിക്കേഷൻ. അയാൾ എന്ത് ചെയ്യും? ഇൻട്രാക്ട് വിത്ത് ദ കൺട്രോളർ. കൺട്രോളറായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് വ്യൂ നോക്കും. വ്യൂ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഡിസ്പ്ലേയിങ് ദ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് ആണെന്ന് വിചാരിച്ചു. അത് ഒരു ഫോം വഴി കാണിച്ചു കൊടുക്കുന്നതാണ് വ്യൂ എന്ന് പറയുന്നത്. ഈ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂസർ ഇൻപുട്ടും വെച്ചിട്ട് മോഡലിന് എന്ത് ചെയ്യണം എന്നുള്ളത് പറയും. അതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? യൂസർ എന്ത് ചെയ്യും? യൂസസ് ദ കൺട്രോളർ. കൺട്രോളറിൻ്റെ അകത്ത് പറയാം, അത് യൂസറാണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അത് നേരെ യൂസറാണ് പെർഫോംസ് ആക്ഷൻ. ഒന്നി ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഒന്നി ക്ലിക്ക്, ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്നി ക്ലിക്ക് ചെയ്യുക, ഇത് ബട്ടണാണ്, ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ എന്താണ്? അത് നേരെ കൺട്രോളറിലോട്ട് പോകും. കൺട്രോളർ എന്ത് ചെയ്യും? മാനിപ്പുലേറ്റ്സ് ചെയ്യും. അതായത് കൺട്രോളർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് ദ ഡേറ്റ ഇൻ ദ മോഡൽ. ഈ മോഡലിൻ്റെ അകത്തുള്ള ഡേറ്റയിനെ ചേഞ്ച് ചെയ്യും. ഡേറ്റയിനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡേറ്റയിനെ ചേഞ്ച് ചെയ്തിട്ട് മോഡൽ എന്ത് ചെയ്യും? അതിനെ അപ്ഡേറ്റ് ചെയ്യും. മോഡൽ നേരെ വ്യൂവിലോട്ട് പോവും, അത് അപ്ഡേറ്റ് ചെയ്യും. അതായത് when the model changes it sends updated data. ഇപ്പോൾ ഇവിടെ എന്ത് മോഡൽ, ഇപ്പോൾ ഇത് വെച്ച് കൺട്രോളർ വെച്ചിട്ട് മോഡൽ എന്ത് ചെയ്തു? മോഡൽ ചേഞ്ച് ആയി. ആ അപ്ഡേറ്റഡ് ഡേറ്റ ആർക്ക് കൊടുക്കും? വ്യൂവിന് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? യൂസർ എന്ത് ചെയ്യും? ഈ അപ്ഡേറ്റഡ് ഡേറ്റ കാണും. അതാണ് വ്യൂവിൽ നിന്നും യൂസറിലോട്ട്. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? സീസ് ദ അപ്ഡേറ്റഡ് ഡേറ്റ ഫ്രം ദ വ്യൂ. അപ്പോൾ ആ അപ്ഡേറ്റഡ് ഡേറ്റ സ്ക്രീനിൽ കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോഡൽ ശരിക്കും കമാൻഡ്സ് ആൻഡ് ഡേറ്റ ഇറ്റ് റിസീവ്സ് ഫ്രം ദ കൺട്രോളർ. എന്നിട്ട് ഡേറ്റേനെ സ്റ്റോർ ചെയ്യും, എന്നിട്ട് വ്യൂവിനെ അപ്ഡേറ്റ് ചെയ്യും, വ്യൂ എന്ത് ചെയ്യും? യൂസറിന് പ്രസൻറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? ആദ്യം ഒരു ആക്ഷൻ പെർഫോം. അപ്പം ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു ബട്ടൺ ആണെന്ന് വിചാരിച്ചു. ബട്ടൺ ആണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണെന്ന് വിചാരിച്ചു. ടെക്സ്റ്റ് ഫീൽഡിൽ ഞാനിപ്പം ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പം ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും യൂസറല്ലേ ടൈപ്പ് ചെയ്യുന്നു, യൂസർ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നേരെ കൺട്രോളറിലോട്ട് പോകും. കൺട്രോളർ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡേറ്റ, ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഹലോ എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഡേറ്റേനെ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മോഡൽ ചേഞ്ച് ചെയ്യും. മോഡൽ ചേഞ്ച് ചെയ്യുമ്പോഴത്തേ എന്ത് പറ്റും? ആ അപ്ഡേറ്റഡ് ഡേറ്റ ആർക്ക് പോവും? വ്യൂവിലോട്ട് അപ്ഡേറ്റഡ് ഡേറ്റ സെൻഡ് ചെയ്യും. വ്യൂവിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഫോമിൽ അപ്ഡേറ്റഡ് ഡേറ്റ വരും. അങ്ങനെ യൂസർ എന്ത് ചെയ്യും? ആ അപ്ഡേറ്റഡ് ഡേറ്റ കാണും. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു MVC ആർക്കിടെക്ചർ പറയുന്നത്. അത് നേരെ മോഡലിലോട്ട് പോവും. മോഡൽ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റഡ് ഡേറ്റ വ്യൂവിലോട്ട് പോവും. യൂസർ എന്ത് ചെയ്യും? അപ്ഡേറ്റഡ് ഡേറ്റ കാണും. സോ ഇതാണ് എൻ്റെ MVC ആർക്കിടെക്ചർ എന്ന് പറയുന്നത്.
സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് സ്വിങ്, സ്വിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നോക്കി, അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സ്വിങ് ഇൻ ജാവ നോക്കി, ഡിഫറൻസ് ബിറ്റ്വീൻ AWT സ്വിങ് നോക്കി, ദെൻ MVC ആർക്കിടെക്ചർ. ഓക്കെ, താങ്ക് യു.